കൗൺസിലറാണോ? ആഹാ, അപ്പൊ വെറുതെ ഇരുന്ന ആളുകളുടെ കഥ കേൾക്കാല്ലേ? ഈസി ജോബാണല്ലോ. ഇങ്ങനെ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നെ പോലുള്ള പല സൈക്കോളജിസ്റ്റുമാരും ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടാവും. പുറത്തു നിന്ന് നോക്കുമ്പോൾ അതൊരു ഈസി ജോബ് പോലെ തോന്നും. പക്ഷെ ഒരു കൗൺസിലർ ആകുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഓരോ ദിവസവും വ്യത്യസ്ത ആളുകളുടെ വ്യത്യസ്ത ജീവിത കഥകൾ, പെയിന്, ട്രോമ, സ്ട്രെസ്, പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള പല അനുഭവങ്ങളും ഇതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും. അവരുടെ ഇമോഷൻസ് നമുക്ക് ഫീൽ ആകും. പക്ഷേ ആ ഇമോഷൻസ് ഒന്നും നമ്മളേക്ക് ക്യാരി ചെയ്യാതെ നമ്മളത് ഹാൻഡിൽ ചെയ്യണം. ഒരു കൗൺസിലർ നേരിടുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. They continuously listening without judgment. പ്രൊഫഷണൽ ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിൻ്റെ പ്രഷർ. എല്ലാവർക്കും സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു റിയാലിറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് സൈലന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോൾഡിങ് സംവൺസ് പെയിൻ. ഇത് സംസാരിക്കുന്നത് കുറവായിരിക്കും, പക്ഷെ കേൾക്കുന്നത് വളരെ ഡീപ്പായിരിക്കും. കൗൺസിലർ ആയാലും അവരും ഒരു ഹ്യൂമൻ ബീങ് തന്നെയാണ്. ബ്രേക്ക് ആവശ്യമുണ്ടാകും, അവരും ടയേർഡ് ആകും, ആൻഡ് സപ്പോർട്ട് ആവശ്യമുണ്ടാകും. ആൻഡ് ദി മെയിൻ തിങ് ഈസ് ഇതൊന്നും അവർ വെറുതെ കേൾക്കുന്നതല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മീനിങ് ഫുൾ ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടെയാണ് അവർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം ഒരു കൗൺസിലറിനെ കാണുമ്പോൾ ഈസി ജോബാണല്ലോ എന്ന് പറയുന്നതിന് പകരം അവരുടെ എഫേർട്ട് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ബിക്കോസ് ലിസണിങ് ക്യാൻ ഹീൽ, ബട്ട് ഇറ്റ്സ് നെവർ ഈസി. ഓക്കെ, ബൈ.